ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. എല്ലാ കുടുംബാംഗങ്ങൾക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിലെ 13ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. ആദ്യത്തെ 6 അധ്യായങ്ങളിൽ ഭഗവാൻ കർമ്മയോഗത്തെ വിശദീകരിച്ചു. പിന്നീടുള്ള 6 അധ്യായങ്ങളിൽ ആ ഉപാസന കാണ്ഡത്തെ അല്ലെങ്കിൽ ഭക്തിയോഗത്തെ ഭഗവാൻ വിശദീകരിച്ചു. ഇന്ന് നമ്മൾ 13ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യത്തെ 6 അധ്യായങ്ങൾ കർമ്മയോഗവും പിന്നീട് ഭക്തിയോഗവും, ഇനിയുള്ള 6 അധ്യായങ്ങൾ ജ്ഞാനയോഗത്തെയുമാണ് പറയുന്നത്. 2ാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിൽ ഭഗവാൻ ആ ജ്ഞാനത്തെ, ആ പരമമായിട്ടുള്ള ജ്ഞാനത്തെ പകർന്നു തന്നു. ശരീരമനോബുദ്ധികൾക്ക് അതീതമായ ചൈതന്യമാണ് നമ്മൾ ഓരോരുത്തരെന്നും പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നിലനിർത്തി സംഹരിക്കുന്ന ശക്തിവിശേഷത്തിനെ പരബ്രഹ്മമെന്നും പരമാത്മാവെന്നും ബോധമെന്നും അറിയണം എന്നുള്ള പരമജ്ഞാനത്തെ 2ാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിൽ പറഞ്ഞു. അതേപോലെ നമ്മൾ സൂചിപ്പിച്ചു, തത്വമസി മഹാവാക്യത്തിന്റെ വിവരണമാണ് ഭഗവത്ഗീത. 6 അധ്യായങ്ങൾ കൊണ്ട് ത്വംപദവും 2ാമത്തെ 6 അധ്യായങ്ങൾ കൊണ്ട് തത്പദവും, ഇനിയുള്ള 6 അധ്യായങ്ങൾ അസി എന്ന പദത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലൊന്ന് ആദ്യത്തെ 6 അധ്യായത്തിൽ 2ാമത്തെ അധ്യായത്തിൽ ആ പരമമായ ജ്ഞാനത്തെ പറഞ്ഞു. 7ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ, 2ാമത്തെ പകുതി തുടങ്ങുന്ന സമയത്തും ഭഗവാൻ ആ പരബ്രഹ്മം ആണ് എന്നുള്ള കിം തദ് ബ്രഹ്മ എന്നുള്ള അർജുനന്റെ ചോദ്യത്തിന് മറുപടിയായി ആ പരബ്രഹ്മ തത്വത്തെ, അക്ഷരം ബ്രഹ്മ, നാശമില്ലാത്തതെന്തോ അതിനെ ബ്രഹ്മം എന്ന് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ശക്തിവിശേഷത്തെ നമുക്ക് പകർന്നു തന്നു. ഇതാ 13ാമത്തെ അധ്യായത്തിലും ഭഗവാൻ ആ പരമമായ തത്വത്തെയാണ് നമുക്ക് ഉപദേശിക്കാനായിട്ട് പോകുന്നത്, ജ്ഞാനയോഗം എന്ന് പറയുന്ന ഭാഗത്ത്. ശ്രീമദ് ഭഗവത്ഗീത 700 ശ്ലോകങ്ങളാണെന്നും അല്ല 701 ശ്ലോകങ്ങളാണെന്നും പറയുന്നുണ്ട്. 700 ശ്ലോകങ്ങൾ എന്ന് നമ്മൾ പറയുന്നുവെങ്കിലും 13ാമത്തെ ഈ അധ്യായത്തിൽ ഒരു ശ്ലോകം കൂടുതൽ കാണാം ചില പുസ്തകങ്ങളിൽ, ഭഗവത്ഗീതയിലെ. അത് അർജുനന്റെ ഒരു ചോദ്യമാണ്. നമ്മുടെ പല അധ്യായങ്ങളും ഭഗവാനോട് അർജുനൻ ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിന് വിശദീകരണമായിട്ടാണ് അധ്യായത്തെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ ചില ഭഗവത്ഗീതാ ഗ്രന്ഥങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഈ ശ്ലോകത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല. ചില ഗ്രന്ഥങ്ങളിൽ ശ്രീ ഭഗവാൻ ഉവാച എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്, ചിലതില് അർജുന ഉവാച എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് 701 ശ്ലോകങ്ങളാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. രണ്ടും ശരി തന്നെയാണ്. നമുക്ക് അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. അഥ 13ോദശോऽധ്യായഃ അർജുന ഉവാച പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രജ്ഞമേവ ച ഏതദ് വേദിതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. ആ ഭഗവാന്റെ തത്വത്തെ മുഴുവൻ അറിഞ്ഞു. അതിനുശേഷം ആ ഭഗവാന്റെ വിശ്വരൂപത്തെ കണ്ട് അതീവ ഭക്തനായി തീർന്ന അർജുനന്
പിന്നീടും ഭഗവാന്റെ തത്വങ്ങളെ കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹമുണ്ടായി. ഭഗവാൻ പല പ്രാവശ്യവും പറഞ്ഞിരിക്കുന്ന പല വാക്കുകൾ എടുത്ത് അർജുനൻ അതിന്റെ വ്യക്തതയ്ക്ക് വേണ്ടി ഭഗവാനോട് ചോദിക്കുകയാണ്, നമുക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഭഗവാനെ, ഈ പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? പുരുഷൻ എന്ന് പറയുന്നത് എന്താണ്? ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അതേപോലെ ജ്ഞാനം, ജ്ഞേയം, ഇതിനെ പറ്റിയെല്ലാം എനിക്ക് പറഞ്ഞു തരണം. അങ്ങ് പല പ്രാവശ്യമായി ഈ വാക്കുകൾ പറയുകയുണ്ടായി. അപ്പോ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് നമ്മളുടെ 13ാമത് അധ്യായം ആരംഭിക്കുന്നത്. ഭഗവാൻ അതിന് മറുപടി പറയാൻ തുടങ്ങുന്നു. ശ്രീ ഭഗവാനുവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതദ്യോ വേത്തിദം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ എന്ന് പറഞ്ഞു. ഭഗവാൻ പറയുന്നു, അർജുന, ഇദം ശരീരം ക്ഷേത്രം ഇത്യഭിധീയതേ. ഈ ശരീരത്തെ തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുമുണ്ട്. ക്ഷതാത്രായതേ ഇതി ക്ഷേത്രം, ക്ഷീയതേ ഇതി ക്ഷേത്രം എന്നെല്ലാം അർത്ഥം അതിന്റെ പറയുന്നുണ്ട്. ക്ഷതങ്ങളിൽ നിന്ന് ത്രാണനം ചെയ്യുന്നത് ക്ഷേത്രം, അതേപോലെ നശിക്കുന്നതെന്തോ അത് ക്ഷേത്രം, ക്ഷീയതേ എന്ന് പറയുന്നു. അപ്പൊ ഈ ശരീരം നശിക്കുന്നതാണ്. ഭഗവാൻ പറയുന്നു, ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം. അപ്പോ മോഹൻജി കുറച്ചു മുമ്പ് പറയാനുണ്ടായിരുന്നു, ക്ഷേത്രത്തിൽ നമ്മൾ പോണോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു. ഇവിടെ നമ്മളുടെ ശരീരം തന്നെയാണ് ക്ഷേത്രം. അതുകൊണ്ട് നമ്മളുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന ആത്മചൈതന്യത്തെ തന്നെയാണ് നിരന്തരം ധ്യാനിക്കേണ്ടത്. അപ്പോ ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യഭിധീയതേ ഏതദ്യോ വേത്തിദം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. ഈ ക്ഷേത്രത്തെ ആരാണോ അറിയുന്നത്, ആ അറിയുന്ന ആളെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തെ ആര് അറിയുന്നു, അദ്ദേഹത്തെ ക്ഷേത്രജ്ഞൻ എന്നറിയുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഭഗവാനെ വ്യക്തമായിട്ട് ഒന്നും കൂടെ പറഞ്ഞു തരാമോ? ആരാണ് ക്ഷേത്രം എന്നുള്ളത്, ക്ഷേത്രജ്ഞൻ എന്നുള്ളത്? ഭഗവാൻ പറയുന്നു, ക്ഷേത്രജ്ഞം ചാഭിവാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോർ ജ്ഞാനം യത്തജ്ഞാനം മതം മമ എന്ന് പറയുന്നു. ഹേ ഭാരത, അർജുന, എല്ലാ ക്ഷേത്രങ്ങളിലും അവയെ അറിഞ്ഞുകൊണ്ട് ക്ഷേത്രജ്ഞനായി കുടികൊള്ളുന്നത് ആരാണ്? ഞാൻ തന്നെയാണ്. അപ്പോ നമ്മളുടെ ഈ ശരീരം എന്ന് പറഞ്ഞത് പഞ്ചഭൂതങ്ങൾ കൊണ്ടും പഞ്ചതന്മാത്രകൾ കൊണ്ടും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടും പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടും പഞ്ചപ്രാണൻ കൊണ്ടും മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്ന് പറയുന്ന ആ തത്വങ്ങൾ കൊണ്ട് നമ്മളുടെ ഈ ശരീരത്തെ നിർമ്മിച്ചിരിക്കുന്നു. ശരിയാണ്. പക്ഷേ ആ ശരീരത്തെ ചൈതന്യവത്താക്കി നിർത്തുന്നത് അതിൻ്റെ ഉള്ളിൽ ആ ശരീരത്തെ അറിയുന്ന ചൈതന്യമാണ്. അതിനെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. ഭഗവാൻ ഒന്നുകൂടി പറയുന്നു, ഈ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും വ്യക്തമായി അറിയുന്നവര് അവരാണ് യഥാർത്ഥ ജ്ഞാനികൾ. കാരണം ഈ പ്രപഞ്ചത്തിൽ വേറെ ഒന്നും അറിയാനില്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നിലനിർത്തി സംഹരിക്കുന്ന ഒരു ശക്തിവിശേഷമുണ്ട് എന്നും ഈ കാണുന്ന പ്രപഞ്ചം, ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ ശരീരം ഉൾപ്പെടെയുള്ളതെല്ലാം ക്ഷീയതേ, നശിക്കുന്നതാണ്, അല്ലെങ്കിൽ വന്ന് നിലനിന്ന് ഇല്ലാതാകുന്നതാണ് എന്ന അറിവുണ്ടായാൽ, എന്ന തത്വജ്ഞാനം ഉണ്ടായാൽ എല്ലാം പൂർണ്ണമായി. എങ്ങനെ? നമ്മളിലുള്ള അഹങ്കാരം ഇല്ലാതാകും. അതാണ് നമ്മളുടെ ആഗ്രഹവും. ഭഗവത് തത്വത്തെ ശരിയായ രീതിയിൽ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കണം. 3ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുമ്പോൾ പറയുന്നു, തക്ഷേത്രം യച്ഛയാദിക്ഷ യദ്വികാരി യദശ്ചയത് സജയോ യത് പ്രഭാവശ്ച തത് സമാസേന മേ ശൃണു. ഭഗവാൻ പറയുന്നു, അർജുന,
ഈ ക്ഷേത്രം എന്താണെന്നും ഏത് രൂപത്തോടു കൂടിയതാണെന്നും എന്തെല്ലാം മാറ്റങ്ങളാണ് ഇതിന് ഉണ്ടാകുന്നതെന്നും ഇത് എന്തിൽ നിന്നാണോ ഉണ്ടായത്, ആവിർഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് ഉണ്ടായതെന്നും ഇതെല്ലാം നിനക്ക് ഞാൻ വിശദമായി പറഞ്ഞു തരാം എന്ന് പറയാണ്. അപ്പോ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. ശരീരം തന്നെയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന ക്ഷേത്രം, അമ്പലം എന്ന് പറയുന്നതോ അതും ഇത് തന്നെയാണ്. അവിടെ ദേവന്റെ ശരീരമായിട്ടാണ് ക്ഷേത്രത്തെ പറയുന്നത്. പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമായ ക്ഷേത്രം. ആ ക്ഷേത്രത്തിനുള്ളിൽ, ആ ശ്രീകോവിലിൽ ഭഗവത് ചൈതന്യം. നമ്മൾ പറഞ്ഞു എന്തിനാണ് നമ്മളെ കരിങ്കല്ലിനെ വിഗ്രഹമായിട്ട് ആരാധിക്കുന്നതൊക്കെ വ്യക്തമാണ്. അതിനെല്ലാം നമുക്ക് വ്യക്തമായ മറുപടി ഉണ്ട്. ഭഗവത്ഗീത പറഞ്ഞിട്ടുണ്ട്. ഭൂമിരാഭവനലോ വായുഖം മനോബുദ്ധി ഏവജ അഹങ്കാര ഇതീയമ്മേ ഭിന്ന പ്രകൃതി അഷ്ടത എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. അപ്പൊ ആ ക്ഷേത്രം പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമായ ക്ഷേത്രത്തിൽ ആ ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നു. അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോണത്. കാരണം നമ്മളുടെ ഈ ശരീരം തന്നെ ക്ഷേത്രമാണെന്ന് അറിയാൻ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെ? അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? കഴിഞ്ഞ 6 അധ്യായങ്ങൾ കൊണ്ട് ഉപാസന, നാമരൂപങ്ങൾക്ക് അതീതമായ ശക്തിവിശേഷത്തെ ഉപാസിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു, അല്ലെ? അപ്പോ എന്റെ നിർഗുണോപാസന ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ക്ലേശോ അധികതരസ്തേഷാം എന്ന് ഇന്നലെ ഭഗവാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഉള്ളിലെ ഈ ചൈതന്യത്തെ അറിയാനായിട്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ക്ഷേത്ര ദർശനം നടത്തുന്നു. ഇനി ആ ക്ഷേത്രത്തിനുള്ള പ്രത്യേകത എന്താണ്? ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ നമ്മളെ പോലുള്ള ഭക്തർ ചെന്ന് അവിടെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ആ കരിങ്കല്ലിന് ചൈതന്യം ഉണ്ടാകുന്നത്. അവിടെ വേദജ്ഞന്മാരായിട്ടുള്ള ആ യോഗിവര്യന്മാർ അവിടെ പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ടാണ് ആ കരിങ്കല്ലിന് ചൈതന്യം ഉണ്ടാകുന്നത്. ഒരിക്കൽ ആൾക്കാർ നടന്നു പോകുന്ന സമയത്ത്, ക്ഷേത്രത്തിലേക്ക് ധൃതി പിടിച്ചു പോകുന്ന സമയത്ത് അവിടെ ഒരു മയിൽക്കുറ്റി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മയിൽക്കുറ്റി പറഞ്ഞു, നിക്ക് എവിടേക്കാ പോണത്? ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഞങ്ങൾ രണ്ടുപേരും ട്വിൻസാണ്, പകുതിയാണ് അവിടെ. അപ്പൊ അതുകൊണ്ട് എന്നെ തൊഴുതാ മതി എന്ന് മയിൽക്കുറ്റി പറയണം. അപ്പോ എന്തുകൊണ്ട് നമ്മൾ മയിൽക്കുറ്റിയെ നമ്മൾ തൊഴുകുന്നില്ല റോഡിലൊക്കെ വെച്ചിരിക്കുന്ന? കാരണം അവിടെ ചൈതന്യമില്ല. ക്ഷേത്രത്തിൽ ചൈതന്യമുണ്ട്. ആ നമ്മള് പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. പൂജ ചെയ്യുന്ന ആ സ്വാമി ആ വിളക്ക് എടുത്ത് ആദ്യം തന്നെയാണ് ദീപാരാധന നടത്തുന്നത്, ഒഴിയുന്നത്. തൻ്റെ ശരീരത്തിലുള്ള ഈശ്വര ചൈതന്യത്തെയാണ് ആ വിഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ ആ ബിംബത്തിലേക്ക് ആവാഹിക്കുന്നത്. അപ്പൊ നമ്മളെപ്പോലുള്ള ഭക്തന്മാർ ആ ക്ഷേത്രങ്ങളിൽ ചെന്ന് അവിടെ തൊഴുകുന്നില്ല, ഭഗവത് നാമം ജപിക്കുന്നില്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ ചൈതന്യം ഉണ്ടാകില്ല. എന്തുകൊണ്ട്? നമ്മളുടെ ക്ഷേത്രത്തിൽ നമ്മൾ പോകുന്നുണ്ട് എങ്കിലും നാട്ടിലേക്ക് പോകുന്ന സമയത്ത് പ്രധാനപ്പെട്ട നമ്മളെ പോലുള്ളവര് ഗുരുവായൂർക്ക് ഓടുന്നത് എന്തുകൊണ്ടാണ്? അവിടെ നമ്മളെ പോലുള്ള ഭക്തന്മാർ ഒരു കൂട്ടം കൂടി അവിടെ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് 10 പേര് പ്രാർത്ഥിക്കുന്നതും 1000 പേര് പ്രാർത്ഥിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അവിടെ ഭഗവത് ചൈതന്യം കൂടുതൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും, നമ്മളിലേക്ക് ആവാഹിക്കാൻ സാധിക്കും. അതുകൊണ്ട് ക്ഷേത്രം സംരക്ഷിക്കേണ്ടത് നമ്മളുടെ കടമയാണ്. പറയുന്നു ഭഗവാൻ, ആ ഈ ക്ഷേത്രത്തിന്റെ സ്വരൂപം എന്താണെന്നും എന്താണ് ക്ഷേത്രം എന്ന് പറയുന്നതും അതിന് ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്നും, അത് എവിടെ നിന്നാണ് ഈ ക്ഷേത്രം, ഈ ശരീരം ഉണ്ടായത് എവിടെ നിന്നാണ്? നാമരൂപങ്ങൾ, ആ ഈശ്വര ചൈതന്യത്തിൽ നിന്നാണ്, സത്വരജോ തമോ ഗുണങ്ങളിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. ഭഗവാൻ വിശദീകരിച്ച് പറയാൻ പോവാണ് ഈ ഭാഗത്ത് തന്നെ. പിന്നെ അതെന്തിനാണ് ഉണ്ടായത് എന്നൊരു ചോദ്യം ഉണ്ടാവാം. ക്ഷേത്രം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടായത് എന്തിനാണെന്നൊരു ചോദ്യം ഉണ്ടാകാം. അത് ഭഗവാന്റെ ലീലയാണ്. ആ ചൈതന്യം ആഗ്രഹിച്ചു,
ഞാൻ പലതാകട്ടെ എന്ന് അതിന്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രവും അതിനുശേഷമുള്ളതും എല്ലാം ഉണ്ടായിരിക്കുന്നത്. ഭഗവാൻ പറയുന്നു 4-ാമത്തെ ശ്ലോകത്തിൽ, ഋഷിവിർ ബഹുദാഗീതം ഛന്ദോബിർ വിവിധൈ പൃഥക് ബ്രഹ്മസൂത്രപദൈശ്ചൈവ ഹേതുമദ്ഭിർ വിനിശ്ചിതൈഹി. ഈ ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിനെ കുറിച്ചും വിശദമായിട്ട് അർജുന ഞാൻ നിനക്ക് ഇപ്പൊ പറഞ്ഞു തരുന്നത് പുതിയൊരു കാര്യമൊന്നുമല്ല. ഇതൊക്കെ യുക്തിയുക്തമായി ഇതിനു മുമ്പ് നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നോക്കൂ, ഭഗവാൻ ഒന്നും തന്നെ ഭഗവാന്റേതായിട്ട് ഇവിടെ പറയുന്നില്ല, അല്ലെ? ഇത് നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബ്രഹ്മസൂത്രം പോലുള്ള കൃതികളിൽ വളരെ ചുരുക്കി വ്യക്തമായി യുക്തിയുക്തമായി ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ ഏടുകൾ എടുത്ത് നിനക്ക് ഓരോന്നായിട്ട് പറഞ്ഞു തരാം എന്ന് ഭഗവാൻ പറയുന്നു. ഇനി എന്താണ് ക്ഷേത്രം എന്നുള്ളത് വിശദീകരിക്കാൻ പോവാണ്. നമ്മൾ കണ്ടിട്ടുള്ളതാണത്. മഹാഭൂതാന്യഹങ്കാരോ ബുദ്ധിരവ്യക്തമേവച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയ ഗോചര ഇച്ഛാദ്വേഷ സുഖം ദുഃഖം സംഘാത ചേതനാധൃതി ഏതക്ഷേത്രം സമാസേന സവികാരമുദാഹൃതം. എന്താണ് ക്ഷേത്രം? മഹാഭൂതാനി, പഞ്ചഭൂതങ്ങൾ. എല്ലാവരും ബൈഹാർട്ട് ഭഗവത്ഗീത പഠിച്ചു കഴിയുമ്പോൾ, ഭഗവത്ഗീത 18 അധ്യായങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ എല്ലാവർക്കും ഇത് അറിഞ്ഞിരിക്കണം. കാരണം ഭഗവാൻ ഇപ്പൊ പറയാൻ പോകുന്ന 2 കാര്യങ്ങൾ അറിഞ്ഞാൽ, നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ജ്ഞാനം, അറിവ്, ആ ഭഗവാനെ കുറിച്ചുള്ള അറിവ് പൂർണ്ണമായി. അപ്പോ മഹാഭൂതാനി, പഞ്ചമഹാഭൂതങ്ങൾ. അഹങ്കാരം, അതായത് അഹംബോധം, ഞാൻ ഈശ്വര സ്വരൂപമാണെന്നുള്ള ബോധം. ബുദ്ധി അവ്യക്തം, മനസ്സ്, ബുദ്ധി എന്നെല്ലാം നമുക്ക് പറയാം. അപ്പൊ എത്രയായി? 5ഉം 3ഉം 8ഉം ആയി, അല്ലെ? മഹാഭൂതാനി എന്ന് പറയുമ്പോൾ 5 ഭൂതങ്ങൾ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങൾ, അഹങ്കാരം, ബുദ്ധി, അവ്യക്തം. ഇനി ഇന്ദ്രിയാണി ദശൈകം ച, ഇന്ദ്രിയാണി ദശ ഏകം, 11, അല്ലെ? നമ്മള് ഏകാദശിയൊക്കെ കുറിച്ച് പഠിച്ചതാണ്, അല്ലെ? ഇന്ദ്രിയങ്ങൾ 11, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും, പിന്നെ മനസ്സും. ഇവിടെ അവ്യക്തം എന്ന് പറയുന്ന ആ സൂക്ഷ്മ ശരീരത്തെയാണ് അവിടെ പറയുന്നത്, അവ്യക്തം. ഇനി പഞ്ചചേന്ദ്രിയ ഗോചര, ഇന്ദ്രിയ ഗോചരമായിട്ടുള്ള ആ സ്വഭാവം, പഞ്ചഭൂതങ്ങളുടെ സ്വഭാവം, അതായത് ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങൾ. അപ്പോ പഞ്ചഭൂതങ്ങൾ 5, പഞ്ചതന്മാത്രകൾ, പഞ്ചഭൂതങ്ങൾ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങൾ, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന പഞ്ചതന്മാത്രകൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, അല്ലെ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്ന് പറയുന്ന ജ്ഞാനേന്ദ്രിയങ്ങൾ, വാക്ക്, പാദം, പാണി, വായു, ഉപസ്ഥം എന്ന് പറയുന്ന കർമ്മേന്ദ്രിയങ്ങൾ, പിന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം. അങ്ങനെ 23 തത്വങ്ങളെ ഭഗവാൻ ഇവിടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഇത് ഭാഗവതം പോലുള്ള പുരാണങ്ങളിൽ വരുമ്പോ 92 93 തത്വങ്ങളായിട്ട് പറയുന്നുണ്ട്. ഈ പ്രകൃതിയെ അല്ലെങ്കിൽ ഈ ശരീരത്തെ പറയുന്നു. അപ്പോ ഇത് നമ്മൾ കാണാപ്പാഠം പഠിക്കേണ്ട ശ്ലോകമാണ്. മഹാഭൂതാന്യഹങ്കാരോ ബുദ്ധിരവ്യക്തമേവച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയ ഗോചരാഹ. ഇനിയോ ഇച്ഛ, ദ്വേഷ, സുഖം, ദുഃഖം, സംഘാതശ്ചേതനാധൃതി ഏതക്ഷേത്രം സമാസേന സവികാരമുദാഹൃതം പറയുന്നു. അതുപോലെ ഇച്ഛ, ആഗ്രഹങ്ങൾ, അല്ലെ? ഭഗവാൻ പറയും, ഈ 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, അല്ലെ? ആഗ്രഹങ്ങള് നമുക്ക് ഈ ആഗ്രഹങ്ങളില്ലാതെ ഒരു കർമ്മവും ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള ആഗ്രഹങ്ങൾ പാടില്ല, അല്ലെ? ഇപ്പൊ എല്ലാം ആഗ്രഹങ്ങളും അതേപോലെ സർപ്രൈസുമാണ്. എന്ത് കിട്ടിയാലും നമുക്ക് പോരാ, അല്ലെ? പിറന്നാളെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികളെ എന്തൊക്കെയാ കാണിച്ചു വിടണേ, അല്ലെ? അതേപോലെ സർപ്രൈസുകൾ. ഒരിക്കല് റീസെന്റ് വിവാഹം കഴിഞ്ഞ ഒരു ദമ്പതിമാർ, ഒരു വീട്ടില് അമ്മായിപ്പൻ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളൊരു വീടൊക്കെ കൊടുത്തു, സകല സൗകര്യങ്ങളും, കാറും ഒക്കെ ആയിട്ട്. അപ്പൊ വിവാഹം കഴിഞ്ഞു,
പിറ്റേ ദിവസമാണ്, മധുവിധുവൊക്കെ ആഘോഷിക്കുന്ന സമയമാണ്. വൈകിട്ട് വീട്ടിൽ കയറി വന്ന് നോക്കി കഴിഞ്ഞപ്പോ ഡോറിന്റെ അവിടെ ഒരു കവർ കിടക്കുകയാണ്. എടുത്തു നോക്കിയപ്പോ ആദ്യം തന്നെ കവറിൽ എഴുതിയിരിക്കുന്ന സർപ്രൈസ്. നോക്കിക്കഴിഞ്ഞപ്പോ അന്ന് കളിക്കുന്ന നല്ലൊരു മൂവിയുടെ ടിക്കറ്റാണ്. ഇത് നോക്കി, ഇതാരെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേ? ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, ഇതാരെ കൊണ്ടുവന്ന് വെച്ചേ? ഇപ്പൊ കളിക്കുന്ന തിയേറ്ററിൽ കളിക്കുന്ന മൂവിയാണല്ലോ. ശരി, ചിലപ്പോ എന്റെ ഫ്രണ്ട് ആയിരിക്കും. അപ്പൊ മണവാട്ടി പറഞ്ഞു, ചിലപ്പോ എന്റെ ഫ്രണ്ട് ആയിരിക്കും എന്ന് പറഞ്ഞു. സാരില്ല, നമുക്ക് പോകാം, നമുക്ക് സിനിമയ്ക്ക് പോയതല്ലോ, ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ എന്ന് പറഞ്ഞ് നേരെ സിനിമയൊക്കെ കഴിഞ്ഞു. ഫസ്റ്റ് ഷോയ്ക്ക്, സെക്കൻഡ് ഷോയ്ക്ക് പോയി തിരിച്ചു വന്നു നോക്കിക്കഴിഞ്ഞപ്പോ ഇതേപോലെ ഒരു കവറ് തുറന്നു നോക്കി, സർപ്രൈസ് എന്ന് മാത്രം എഴുതിയിട്ടുണ്ട്. ഇതെന്താണെന്ന് കരുതി പതുക്കെ ഡോറ് ഇങ്ങനെ തള്ളി നോക്കിയപ്പോൾ ഡോറ് തുറന്നു. നോക്കിക്കഴിഞ്ഞപ്പോ കംപ്ലീറ്റ് സർപ്രൈസാണ്. കംപ്ലീറ്റ് അടിച്ചുകൊണ്ട് പോയി ആൾക്കാർ. അപ്പോ നമ്മൾ ഈ ആഗ്രഹങ്ങളുടെ പുറകെ അല്ലെങ്കിൽ സർപ്രൈസുകളുടെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇച്ഛാ, ദ്വേഷ, സുഖം, ദുഃഖം പറയുന്നു. ഇച്ഛ, ദ്വേഷം, സുഖം, ദുഃഖം, സംഘാതം, ചേതനാധൃതി, ഇതെല്ലാം തന്നെ ഈ കൂടിയിട്ടാണ് ക്ഷേത്രമായിട്ട് പറയുന്നത്. അപ്പോ ജീവിതത്തിൽ സുഖമുണ്ടാവാം, ദുഃഖമുണ്ടാകാം, അതേപോലെ എല്ലാത്തിനും ദൃഢതയുണ്ടാകാം. അതേപോലെ ആ ഇന്ദ്രിയങ്ങൾ സംയമനം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് ധൃതി എന്ന് പറയുന്നത്. സഹനശക്തി, അതിനെയാണ് ധൃതി എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് അവിടെ ക്ഷേത്രമായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. ഇനി ഭഗവാൻ അപ്പോ ക്ഷേത്രത്തെ വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തന്നു. പ്രത്യേകിച്ച് ഈ 23 തത്വങ്ങളെ കുറിച്ച് 24 തത്വങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം. ഇനി അടുത്തത് അർജുനൻ ചോദിച്ചു. അപ്പോ ഇവിടെ ഭഗവാനോട് ആദ്യം ചോദിക്കുന്നത് പ്രകൃതി എന്താണ്, പുരുഷൻ എന്താണെന്നാണ് ആദ്യം ചോദിക്കുന്നത്. അത് ഭഗവാൻ പിന്നീടാണ് പറയുന്നത്. ആദ്യം ക്ഷേത്രം എന്താണെന്നും ക്ഷേത്രജ്ഞൻ എന്താണെന്നും പറഞ്ഞു. ഇനി അടുത്തത് ജ്ഞാനം ജ്ഞേയം ച കേശവ എന്ന് പറയുന്നുണ്ട്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഭഗവാനെ? എന്താണ് ജ്ഞാനം എന്നുള്ളതാണ് ഭഗവാൻ അടുത്ത ശ്ലോകങ്ങളിൽ പറയാൻ പോകുന്നത്. 7ാമത്തെ ശ്ലോകം, അമാനിത്വമദംഭിത്വം അഹിംസാക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈരമാത്മവിനിഗ്രഹ. അമാനിത്വം, ആത്മപ്രശംസ, ഇല്ലാത്തത് ഉണ്ടെന്ന് കാണിക്കുക, അത് തന്നെ ആത്മപ്രശംസ. അപ്പൊ അമാനിത്വം, പിന്നെ അങ്ങനെ ആത്മപ്രശംസ ഇല്ലാതിരിക്കണം. അത് അറിവിന്റെ, ജ്ഞാനത്തിന്റെ ലക്ഷണമാണ്. അദംഭിത്വം, ആ അമ്പട ജ്ഞാനേ എന്നുള്ള ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് അല്ലെ. ആ ഗർവ്, എപ്പോഴും ഗർവ് കാണിക്കുക, അത് ഉണ്ടാവാൻ പാടില്ല. പിന്നെ അഹിംസ, അഹിംസ എന്ന് പറയുമ്പോൾ മനസ്സ്, ബുദ്ധി, അല്ലെങ്കിൽ മനസാ വാച കർമ്മണ, നമ്മൾ ആരെയും ഹിംസിക്കാതിരിക്കുക, ഒരു വാക്കുകൊണ്ട് പോലും ഒരാളെയും വേദനിപ്പിക്കാതിരിക്കുക. അപ്പൊ അഹിംസ. ശാന്തി, എന്തും സഹിക്കാനുള്ള കഴിവ്, സഹനശക്തി എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനേയും സഹിക്കുക. അപ്പൊ സഹിക്കുക എന്ന് പറഞ്ഞാൽ പിടിച്ച് നിൽക്കുക എന്നുള്ളതല്ല. അതിനുപരി നമുക്ക് ദുഃഖം വരികയാണെങ്കിലും വിഷമങ്ങൾ വരുന്ന സമയത്ത് എനിക്ക് ഇപ്പൊ വിഷമം ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള ആ അറിഞ്ഞ് അനുഭവിക്കുക. അപ്പോൾ നമുക്ക് അതിൽ അധികം ദുഃഖം തോന്നുകയില്ല എന്ന് പറഞ്ഞു. ശാന്തി. ആർജവം, എന്തിനേയും നേരിടാനുള്ള, അല്ലെ, പല പ്രാവശ്യവും നമ്മൾ സൂചിപ്പിച്ചതാണ്. ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ ഏത് രീതിയിലും ഞാൻ അതിനെ നേരിടും എന്നുള്ള പ്രതിജ്ഞ, അതെല്ലാം അറിവിന്റെ ഭാഗമാണ്. അപ്പൊ അഹിംസ, ശാന്തി, ആർജവം, ആചാര്യോപാസനം, ആചാര്യന്മാരെ, ഗുരുക്കന്മാരെ പൂജിക്കുക. അപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു ഗുരുവിനെ കണ്ടു കഴിഞ്ഞാല് അപ്പൊ തന്നെ നമ്മൾ അങ്ങനെയാണോ ചിന്തിക്കുക? ഇതേത് കള്ളസ്വാമിയെ ഈ പുതിയതായി ഇപ്പൊ എഴുന്നള്ളിയേക്കണത്, അല്ലെ? അപ്പൊ നമ്മൾ നേരെ ആ സ്വാമി പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കല്ല. ഇതിനു മുമ്പ്, ഈ സ്വാമി ആവുന്നതിന് മുമ്പ് ഇങ്ങേര് എന്തായിരുന്നു ചെയ്തിരുന്നത്, അതിലുള്ള കുറ്റങ്ങൾ കണ്ടുപിടിക്കാനേ നമ്മൾ നോക്കുള്ളൂ, അല്ലെ? പൂർവ്വ ഇതില് ആശ്രമത്തിലെ സ്വാമി ആരായിരുന്നു? ബ്ലേഡ് കച്ചവടം ബ്ലേഡ് ചെയ്തിരുന്ന ആളാണോ?
അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കും തുടക്കത്തില്. അപ്പോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ആചാര്യന്മാരെ, അറിവുള്ളവരെ നമ്മൾ സേവിക്കുക. ആചാര്യോപാസനം, ശൗചം, ശുചിത്വം. മനസ്സും ശരീരവും ശുദ്ധമാക്കി വെക്കുക. മനസ്സും ശരീരവും മാത്രമല്ല, നമ്മളുടെ ഗൃഹവും, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലവും, നമ്മളുടെ പരിസരങ്ങളും എന്നുവേണ്ട നമ്മൾ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയെല്ലാം ശുദ്ധമായിട്ട് വെക്കുക. നമ്മൾ സത്യത്തിൽ ശുദ്ധമായിട്ട് വെക്കണ്ടോ? നമ്മൾ നാട്ടിലുള്ള ചില ക്ഷേത്രങ്ങളല്ല, വീടുകളിലൊക്കെ ചെന്ന് നോക്കിയാൽ അറിയാം അല്ലെ, എല്ലാവരും വീട്ടിലെ പൂജാമുറിയൊക്കെ ഭംഗിയായിട്ടാണോ വെക്കണേന്നുള്ളത്. ചില വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ആ പൂജാമുറിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ സ്ലിപ്പ് ചെയ്ത് താഴെ വീഴും. കാരണം അതിനുമുമ്പ് ആരും കയറിയിട്ടുണ്ടാവില്ല. അപ്പൊ വീട്ടുകാരെ തന്നെ പറയും, ഞങ്ങള് ഭയങ്കര വിശ്വാസികളാണ്, ഈശ്വരന്റെ വിശ്വാസികളാണ്, അതുകൊണ്ട് ഞങ്ങള് വേറെ ആരെയും തന്നെ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ വീട്ടിലത്തെ പൂജാമുറിയിലേക്ക് ആരെയും ഞങ്ങൾ കയറ്റാറില്ല, ഞങ്ങളും കയറാറില്ല എന്ന്. അപ്പോ നമ്മള് ഇവിടെയും കാണാം അല്ലെ, ഇവിടെയും ചില വീടുകളിലൊക്കെ ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിക്കും. എന്നിട്ട് ആ തീപ്പെട്ടിക്കോലും അവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും, ആ ടിഷ്യൂ അവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം അവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ കുറെ ചവറിന്റെ ഉള്ളിൽ ഭഗവാന്റെ ഫോട്ടോ ഇരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ ആരെങ്കിലും അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ല കേട്ടോ, ക്ഷമിക്കണം. അപ്പോ അങ്ങനെ ചെയ്യരുത്, അത് വൃത്തിയായിട്ട് വെക്കണം എന്ന് പറയുന്നു. അപ്പോ ആചാര്യോപാസനം, ശൗചം, സ്ഥൈര്യം, ആത്മവിനിഗ്രഹ. സ്ഥൈര്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറില്ല. ഭഗവത്ഗീത ഞാൻ പഠനം തുടങ്ങി. പലരും അലയിൽ തന്നെ നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഭഗവത്ഗീത പഠിച്ചു തുടങ്ങിയെന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോ ആ ഭഗവത്ഗീത പഠിച്ച് 700 ശ്ലോകങ്ങളേ ഉള്ളൂ. ആ 700 ശ്ലോകങ്ങൾ ഞാൻ പഠിക്കും. എൻ്റെ ഈ മനുഷ്യജന്മത്തിൽ ഞാൻ പഠിച്ചിരിക്കും, അത് ഞാൻ മനസ്സിലാക്കിയിരിക്കും. അത് പഠിച്ചു തുടങ്ങുമ്പോൾ ആ ഭഗവാന്റെ കരസ്പർശം അത് നമ്മൾ അനുഭവിച്ചു തന്നെ മനസ്സിലാക്കണം. ഒരൊറ്റ ശ്ലോകം പഠിച്ചാൽ മതി, ഭഗവാൻ പിന്നെ 700 ശ്ലോകങ്ങളും നമ്മളെ കൊണ്ട് പഠിപ്പിക്കും. അപ്പോ ആ ലക്ഷ്യത്തോടെ ഭഗവത്ഗീത പഠിക്കുക. അപ്പോ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറാതിരിക്കൽ, പിന്നെ ആത്മവിനിഗ്രഹ, മനോനിയന്ത്രണം. ഇതെല്ലാം എന്തിൻ്റെയാണ്? അറിവിന്റെ ഭാഗമായിട്ട് പറയുന്നു. ഇനിയോ ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാരമേവജ ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷ അനുദർശനം എന്ന് പറയുന്നു. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം. ഇന്ദ്രിയങ്ങളില്, നമ്മുടെ ഇന്ദ്രിയ വിഷയങ്ങളില് വലിയ ശ്രദ്ധയൊന്നും ഇല്ലാണ്ടിരിക്കുക. എപ്പോഴും നമ്മളുടെ ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി എനിക്ക് നല്ലത് കാണണം, നല്ലത് ഭക്ഷിക്കണം, അല്ലെങ്കിൽ നല്ലത് എല്ലാം, അതിനുവേണ്ടി ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓടുന്നത് മുഴുവനും. നമ്മുടെ പണം ചെലവാക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ്. പക്ഷെ അതിന് ഒരു നിയന്ത്രണം ആവശ്യമാണ്. അനഹങ്കാരമേവച, അഹങ്കാരം ഇല്ലാതിരിക്കണം, അത് ജ്ഞാനത്തിന്റെ ലക്ഷണമാണ്. പിന്നെ ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാനു ദർശനം. അവിടെ ഈ ജന്മം, മൃത്യു, ജര, വ്യാധി, നമ്മൾ ജനിച്ചാൽ മരിക്കുന്നത് വരെ അല്ലെ, നമ്മൾ 2ാമത്തെ അധ്യായത്തില് സൂചിപ്പിച്ചു, നമുക്ക് 6 അവസ്ഥകളാണ് ഈ ശരീരത്തിനുള്ളത്. അസ്ഥി, ജായതേ, വർദ്ധതേ, വിവരണതേ, അപക്ഷിയതേ, നശ്യതി. അങ്ങനെ അമ്മയുടെ ഉദരത്തിലിരിക്കുന്ന സമയം അല്ലെ, അസ്ഥി ജായതേ ജനിച്ചു, വർദ്ധതേ വളർന്നു വലുതായി, വിവരണതേ പല പല വ്യത്യാസങ്ങൾ അല്ലെ. കുറെ കഴിയുമ്പോൾ പതുക്കെ നമ്മള് ഗോദ്രേജ് ഡൈയൊക്കെ അന്വേഷിച്ചു പോകും. അതേപോലെ പല്ലൊക്കെ വയ്ക്കാനായിട്ട് ഡോക്ടറെ അടുത്ത് പോകും. ചെവി ഒരു കേൾവിക്കുറവുണ്ടോ എന്നൊരു സംശയം. ഒരിക്കല് ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും. അപ്പൂപ്പനൊരു 90 വയസ്സ് ആയിട്ടുണ്ട്, അമ്മൂമ്മയ്ക്ക് ഒരു 85 വയസ്സ് ആയിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് അപ്പൂപ്പനൊരു സംശയം, അമ്മൂമ്മയ്ക്ക് ചെവിക്ക് കേൾവിക്കുറവുണ്ടെന്നാ തോന്നണത്.
അപ്പൊ അങ്ങനെ ഒരു സംശയം തോന്നിയപ്പോ എന്നാ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കിക്കളയാം എന്ന് കരുതി. അപ്പോ അമ്മുമ്മ അവിടെ അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അപ്പൂപ്പൻ മെയിൻ ഹോളിലിരുന്ന് വിളിച്ചു, ജാനകി നീ എന്ത് ചെയ്യാ അവിടെ എന്ന് ചോദിച്ചു. അപ്പൊ അമ്മൂമ്മ ഒന്നും മിണ്ടിയില്ല, ശബ്ദമൊന്നും അവിടെ നിന്ന് കേൾക്കില്ല. അപ്പൊ അപ്പൂപ്പന് മനസ്സിലായി എന്റെ സംശയം ശരിയാണ്, അവൾക്ക് ചെവിക്കിത്തിരി കേൾവിക്കുറവുണ്ട്. കുറച്ചും കൂടെ അടുക്കളയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, ജാനകി നീ അവിടെ എന്ത് ചെയ്യാ അവിടെ? അപ്പോഴും ഒന്നും കേൾക്കണില്ല, മറുപടി ഒന്നും കേൾക്കണില്ല. അപ്പൊ അപ്പൂപ്പൻ വിചാരിച്ചു ശരിയാ, ഇവളുടെ കേൾവിക്കുറവ്, കാര്യമായിട്ട് കേൾവിക്കുറവുണ്ട്. തൊട്ടടുത്ത് എന്ന് പറഞ്ഞു, ജാനകി ഞാൻ നിന്നെ 3 പ്രാവശ്യം വിളിച്ചു, നിനക്കെന്താ ചെവി കേൾക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചപ്പോ അമ്മൂമ്മ പറയാണ്, ഞാനിവിടെ സാമ്പാർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് 3 പ്രാവശ്യം പറഞ്ഞു, ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അപ്പൊ ഇവിടെ ആർക്കാണ് ചെവിക്ക് കുഴപ്പം? അപ്പൊ കുറെ കഴിയുമ്പോ നമുക്ക് തന്നെ സംശയം ഉണ്ടാവും, മറ്റുള്ളവർക്ക് ചെവിക്ക്. അപ്പൊ നമ്മള് ഒച്ചത്തില് സംസാരിക്കും. ഒരിക്കലും ഒരാൾ ഡോക്ടറെ അടുത്ത് പോയി, ചെവിക്കൊക്കെ കേൾവിക്കുറവെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇനി രക്ഷയില്ല, നിങ്ങൾ ഇത്രയും വയസ്സായില്ലേ, ചെവി പിന്നെ വേണമെങ്കിൽ അത്യാവശ്യം ഒരു കാര്യം ചെയ്തൊരു ഹിയറിംഗ് എയ്ഡ് ഒക്കെ മേടിച്ചു വെച്ചോളൂ. അങ്ങനെ കടയിൽ പോയി. അവിടെ ഹിയറിംഗ് എയ്ഡ് വാങ്ങിക്കാനായിട്ട് കടയിൽ പോയി കഴിഞ്ഞപ്പോ ആ കട ഉടമ പറഞ്ഞു, പല വിലയുടെ ഉണ്ട്. എങ്ങനത്തെ വില? എങ്ങനെയുണ്ട്? 5000 രൂപ മുതലുണ്ട്. പിന്നെ ഏറ്റവും കുറഞ്ഞത് ഒരു 50 രൂപ വരെ ഉള്ളു. അത്രയും കുറവുണ്ടല്ലേ? അപ്പൊ 5000 രൂപയുടെ എങ്ങനെയാണ്? 5000 രൂപയുടെ ഹിയറിംഗ് എയ്ഡ് ആണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ചെവിടി ഉള്ളിൽ വച്ചാൽ മതി, ഒരു ചെറിയ പൊട്ടുമോരെ ഉണ്ടാവുള്ളൂ, ആരും കാണൂല. ഈ സാധനം വച്ചാലെന്നേ കാണൂല. നന്നായിട്ട് നല്ല പവർഫുൾ ആണ്, വില കൂടുതലാണ്, പവർഫുൾ ആണ്. അപ്പോ 50 രൂപയുടെ ആണെങ്കിലോ അതും ഇതുപോലെ വർക്ക് ചെയ്യോ? അല്ല, ഇത് വർക്ക് ചെയ്യൊന്നുമില്ല. ഇതൊരു സാധനമാണ്, ഒരു കോലൊക്കെ ഇങ്ങനെ വച്ചിട്ടുണ്ടാവും. അടുത്ത് വരുന്നവർക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ചെവി കേൾക്കാൻ പാടില്ല എന്ന് അവർ ഉറക്കെ പറഞ്ഞോളുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ പറയുന്നു, ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം, പിന്നെ ജന്മ മൃത്യു ജരാവ്യാധി. അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങള് ദേഹത്തിൽ ഉണ്ടാകാം. അതിനെ അധികം ചിന്തിക്കാതിരിക്കുക. നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ മരണം വരെ നമ്മളുടെ ശരീരത്തില് വ്യത്യാസങ്ങൾ ഉണ്ടാകും. അമ്മയുടെ ഗർഭത്തിൽ ഇരിക്കുമ്പോൾ ഞാനുണ്ട്, അവിടെ നിന്ന് ജനിച്ചു കഴിയുമ്പോൾ ഞാൻ ബാല്യകാലത്തിലാണ്, ഞാനുണ്ട്. യൗവനം വന്നു, ഞാനുണ്ട്. വാർദ്ധക്യം വന്നു, ഞാനുണ്ട്. എല്ലാ സമയത്തും ഞാനുണ്ട്. അതായത് ഭഗവത് ചൈതന്യം ആ ജീവാത്മരൂപേണ ഉണ്ട് എന്ന് പറഞ്ഞു. 9ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുന്നു. അസക്തിരനഭിഷംഗ പുത്രധാരാ ഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപദിഷു. അവിടെ പുത്രൻ, ഭാര്യ, ധനം, ഗൃഹം, ഇതിലൊന്നും അധികം ആസക്തി സൂചിപ്പിച്ചു. ഇത് എപ്പോ വേണമെങ്കിലും നമ്മളെ വിട്ടു പോകാം, അല്ലെങ്കിൽ നമ്മൾ അവരെ വിട്ടു പോകാം എന്ന് പറയുന്നു. പിന്നെ നിത്യം ച സമചിത്തത്വം, ചിത്തം, മനസ്സ് ശാന്തമാക്കി വെക്കുക. ഇഷ്ടാനിഷ്ടോപപത്തിഷു, ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും, അതും ചിലത് എനിക്കിഷ്ടം, ചിലത് എനിക്കിഷ്ടം. ദോശ എനിക്കിഷ്ടമാണ്, ഇഡ്ഡലി എനിക്ക് വേണ്ട. അങ്ങനെയുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ അങ്ങനെ പാടില്ല. അതും ജ്ഞാനത്തിന്റെ ലക്ഷണമാണ്. സമചിത്തത എപ്പോഴും ഉണ്ടായിരിക്കണം. ഭഗവാൻ പറയുന്നു അടുത്ത ലക്ഷണം അറിവിന്റെ, മയി ച അനന്യയോഗേന ഭക്തിരവ്യഭിചാരിണി വിവിക്തദേശ സേവിത്വം അരതിർജന സംസതി. ഭഗവാനായ ആ പരമാത്മാവായ എന്നിൽ തന്നെ, ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് മറ്റൊന്നിലും വഴുതി വീഴാതെ ആ ഭക്തിയിലൂടെ, ഏകാന്തമായ ആ ഭക്തിയിലൂടെ ജീവിക്കുക. പിന്നെ വിവിക്തദേശ സേവിത്വം, ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കാണ്ടിരിക്കുക, പല പല സ്ഥലങ്ങളായിട്ട് താമസിക്കുക, അല്ലെ? അങ്ങനെ ആവുമ്പോൾ നമ്മളാണ് ഏറ്റവും വലിയ ജ്ഞാനി. ദുബായിൽ വന്നു, 20 കൊല്ലമായി താമസിക്കുന്നു, 25 ഫ്ലാറ്റ് മാറിയിട്ടുണ്ടാവും നമ്മൾ. വിവിക്തദേശ സേവിത്വം, നമ്മൾ ഏറ്റവും വലിയ ഭക്തനാണ്, ജ്ഞാനിയാണെന്ന് ഭഗവാൻ പറയുന്നു, അല്ലെ? അപ്പോ അവിടെ വിവിക്തദേശ നമ്മൾ ഒന്നിനോടും അറ്റാച്ച്മെന്റ് പാടില്ല എന്നുള്ള രീതിയിലാണ് ഭഗവാൻ അവിടെ പറയുന്നത്. പിന്നെ 11ാമത്തെ ശ്ലോകം, അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥ ദർശനം ഏതജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യഥതോ അന്യത. ഏറ്റവും വലിയ ജ്ഞാനം എന്താണ്? അധ്യാത്മജ്ഞാനം, നിത്യമായിട്ടുള്ള അധ്യാത്മം, ഭഗവത് സ്വരൂപത്തെ കുറിച്ചുള്ള
അറിവാണ് ഏറ്റവും വലിയ അറിവ്. അധ്യാത്മജ്ഞാന നിത്യത്വം, തത്വജ്ഞാനാർത്ഥം. നമ്മൾ വെറുതെ ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഭഗവത് ചൈതന്യത്തെ താത്വികമായി ഗ്രന്ഥങ്ങളിലൂടെ പഠിച്ച് അപഗ്രഥിച്ച് മനനം ചെയ്ത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് പകർത്താനായിട്ട് സാധിക്കണം. പറയുന്നു ഏതത് ജ്ഞാനമിതി, ഇതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അജ്ഞാനം യഥതോ അന്യത, മറ്റുള്ളതെല്ലാം തന്നെ അറിവില്ലായ്മയാണ്, അജ്ഞാനമാണ് എന്ന് ഭഗവാൻ ഈ ജ്ഞാനത്തിന്റെ ലക്ഷണത്തെ പറയുന്നു. ഇനി അടുത്തത് ജ്ഞാനം, ജ്ഞേയ വസ്തുവിനെ കുറിച്ച് പറയുന്നത്. ജ്ഞാനത്തെ കുറിച്ചാണ് ഭഗവാൻ ഇപ്പൊ പറയുന്നത്. എന്താണ് ജ്ഞേയം എന്നുള്ളത്? ജ്ഞേയം എത്ത് പ്രവക്ഷ്യാമി യജ്ഞാത്വ അമൃതമസ്നുതേ അനാദിമത് പരം ബ്രഹ്മ നസത് തന്നാസദുച്ഛതേ. എന്താണ് ജ്ഞേയം? ജ്ഞേയം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മം, പരമാത്മാവ്, ജ്ഞേയ വസ്തു. ആ വസ്തുവിനെയാണ് നമ്മൾ അറിയേണ്ടത് എന്ന് പറഞ്ഞു. ശരീര മനോബുദ്ധികൾക്ക് അതീതമായ ഈശ്വര ചൈതന്യമാണ് നമ്മൾ എന്നുള്ള അറിവും പ്രപഞ്ചത്തിന് മുഴുവനും ആധാരഭൂതമായിട്ടുള്ള പരബ്രഹ്മത്തെ അറിയണം. അതാണ് ജ്ഞേയം എന്ന് പറയുന്നു. എന്നിട്ടോ ആ പരബ്രഹ്മത്തിന്റെ സ്ഥിതി എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. സർവത പാണിപാദം തത് സർവതോ അക്ഷിശിരോ മുഖം സർവത ശ്രുതിമൻലോകെ സർവമാവൃത്യ തിഷ്ഠതി. ആ പരബ്രഹ്മം എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത്? സർവത പാണിപാദം, ആ പരബ്രഹ്മത്തിന്റെ കൈകളും പാദങ്ങളും, അതേപോലെ കൈകളും കാലുകളും ശിരസും മുഖവും കണ്ണുകളും ചെവികളും എല്ലാം എങ്ങും നിറഞ്ഞു നിൽക്കുന്നു. അവിടെ കണ്ണ്, തല, മൂക്ക്, കാത് ഇവയെല്ലാം സർവത നിറഞ്ഞു നിൽക്കുകയാണ്. അതായത് ഭഗവാനെ നമുക്ക് പുരുഷ സൂക്തത്തിൽ പറയുന്നുണ്ടല്ലോ, സഹസ്രശീർഷവദനഃ സഹസ്രാക്ഷ സഹസ്രപാൻ എന്ന് പറഞ്ഞത്. അവിടെ സർവത പാണിപാദം, ആ ഭഗവത് ചൈതന്യത്തിന്റെ എല്ലാ അവയവങ്ങളും, അവിടെ അവയവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ കൈയും കാലും മുഖം എന്നുള്ള രീതിയിൽ എടുക്കരുത്. ആ ചൈതന്യം എവിടെയും നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നു. പിന്നെയോ സർവേന്ദ്രിയ ഗുണാഭാസം, എല്ലാ ഇന്ദ്രിയങ്ങളെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ആ ചൈതന്യമാണ്. എങ്കിലോ സർവേന്ദ്രിയ വിവർജിതം, ഇന്ദ്രിയങ്ങളില്ലാത്ത സത്യവസ്തുവാണ് പരബ്രഹ്മം എന്ന് സൂചിപ്പിക്കുന്നു. അസക്തം സർവഭൃശ്ചൈവ നിർഗുണം ഗുണഭോക്തുജ, ഒന്നിലും ആസക്തിയില്ലാതെ ആ പരമചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു. ഭഗവാന് ഒരാഗ്രഹവുമില്ല. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തത എന്ന് നമ്മൾ 7ാമത്തെ അധ്യായത്തിൽ പഠിച്ചു അല്ലെ. ആ ഭഗവാന്റെ ആ അസക്തനായി നിന്നുകൊണ്ട്, എന്നാൽ ആ ഈശ്വര ചൈതന്യം തന്നെ നമ്മളിൽ ജീവാത്മാവായി ഇരുന്നു കൊണ്ട് ഗുണഭോക്താവായിട്ട് നമുക്ക് തോന്നുന്നു. ജീവാത്മാവല്ലേ എല്ലാം അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതെ. പക്ഷേ അത് നമ്മളുടെ തോന്നൽ മാത്രമാണ്. കാരണം ഭഗവാൻ എപ്പോഴും അസക്തനാണ്, ആസക്തിയില്ലാത്തതാണ് പരബ്രഹ്മം എന്ന് പറയുന്നു. ഇനിയോ ബഹിരന്തശ്ച ഭൂതാനാം അജരം ചരമേവത സൂക്ഷ്മത്വാത്തത് അവിജ്ഞേയം ദൂരസ്ഥം ച അന്തികേ ചതത്. ചരാചരങ്ങളുടെ എല്ലാം, സർവ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളുടെയും അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ്. അത് ചലിക്കുന്നതും ചലിക്കാത്തതും നമ്മൾ ഈശാവാസ്യോപനിഷത്തിൽ കണ്ടു. തദേ ജതി തന്നേ ജതി തദ്ദൂരേ തദന്തികേ. ചലിക്കാതെ നിൽക്കുന്ന സൂക്ഷ്മ വസ്തുവാണ് ആ ബ്രഹ്മം. അതിനെയാണ് അറിയേണ്ടത് എന്ന് പറഞ്ഞു. സർവത ബഹിരന്തശ്ച ഭൂതാനാം, അകത്തും പുറത്തും സകല ചരാചരങ്ങളിലും സൂക്ഷ്മമായി നിലകൊള്ളുന്നു. ഇനിയോ അവിഭക്തം ച ഭൂതേഷു വിഭക്തമിവ ച സ്ഥിതം ഭൂതഭർതൃതജ്ഞേയം ഗ്രസിഷ്ണു പ്രഭവിഷ്ണു ച എന്ന് പറയുന്നു. അവിഭക്തം ച ഭൂതേഷു, സർവഭൂതങ്ങളിലും പരമാത്മാവായി നിലനിൽക്കുന്നു. എന്നാലോ ഓരോ ജീവികളിലും വേറെ വേറെയാണ് എന്നൊരു തോന്നല് അല്ലെ. ഓരോ ജീവികളുണ്ട്. ചില സമയത്ത് ചില ജീവികൾ ജീവൻ ഇല്ലാതായി മാറുന്നു. അപ്പോൾ ഈ ജീവൻ എന്ന് പറയുന്നത്, ആത്മാവിന്റെ സ്വരൂപം എന്ന് പറയുന്നത് വേറെ വേറെയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് വേറെ വേറെയാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ പറയുന്നു ഭഗവാൻ സർവഭൂതങ്ങളിലും ഒരേപോലെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. ഇനി ജ്യോതിഷാമവി തജ്ജ്യോതി തമസപരമുച്യതേ. ആ പരബ്രഹ്മം, പരമാത്മാവ് എങ്ങനെയാണ്?
ജ്യോതിസുകളുടെ എല്ലാം ജ്യോതിസാണ്. ഭഗവാൻ നമ്മളുടെ മനസ്സിലേക്ക് ഓരോന്ന് അടിച്ചടിച്ച് നമ്മുടെ മനസ്സിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതും പല പ്രാവശ്യവും ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് അല്ലെ. ജ്യോതിഷാമതി അവിടെ പറഞ്ഞു, ഈ സൂര്യന് പ്രകാശം നൽകുന്നത് ആ ബ്രഹ്മമാണ്, ചന്ദ്രന് ശീതളമ നൽകുന്നത് ആ ബ്രഹ്മമാണ് അല്ലെ. അല്ലെങ്കിൽ ഭയാത്തപതി സൂര്യ ഭയാത്തപതി ചന്ദ്ര അല്ലെ. ആ പരമചൈതന്യത്തെ ഭയപ്പെട്ടുകൊണ്ട് സൂര്യൻ പ്രകാശിക്കുന്നു, ചന്ദ്രൻ ശീതളിമ നൽകുന്നു എന്നെല്ലാം നമ്മൾ ഉപനിഷത്തുകളിൽ പഠിക്കുന്നുണ്ട്. പറയുന്നു ജ്യോതിഷാമഭി തജ്ജ്യോതി തമസപരമുച്യതേ, അത് ഇരുട്ടിൽ നിന്നും പുറത്താണ്. അതേപോലെ ഈ ബ്രഹ്മത്തെയാണ് ജ്ഞാനം, ജ്ഞേയം, ജ്ഞാനഗമ്യം, ഹൃദി സർവസ്യ വിഷ്ഠിതം, എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഈ പരമാത്മ ചൈതന്യമാണ്, അറിയുന്നതിനെയാണ് ജ്ഞാനം, അത് തന്നെയാണ് ജ്ഞേയവസ്തു, ജ്ഞാനഗമ്യം, അതിനെയാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. ഭഗവത് ചൈതന്യത്തെ, പരബ്രഹ്മത്തെ അറിയുന്നത് ജ്ഞാനം, അതിനെ തന്നെ അത് തന്നെ ജ്ഞേയവസ്തു, അതിലേക്കാണ് പ്രവേശിക്കേണ്ടത്. അതിന് ജ്ഞാനഗമ്യം എന്ന് പറഞ്ഞു. ഇതി ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം ചോക്ത സമാധിത സമാസത മദ്ഭക്ത ഏതദ് വിജ്ഞായ ഭാവായോപപദ്യതേ, ഇതറിയുന്ന ഭക്തൻ എൻ്റെ ഭാവത്തിൽ തന്നെ വന്നു ചേരുന്നു എന്ന് ഭഗവാൻ പറയുന്നു. ഇനി അർജുനൻ ചോദിച്ച പ്രകൃതി എന്താണ്, പുരുഷൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഭഗവാൻ വിശദീകരിക്കാൻ പോവുകയാണ്. ഈ അധ്യായം മുഴുവനും ഭഗവാന്റെ തത്വത്തെയാണ് വിശദീകരിക്കുന്നത്. വേറൊന്നുമില്ല. ഭഗവത് തത്വം എന്താണ്, ബ്രഹ്മതത്വം എന്താണെന്നുള്ളതാണ്. പ്രകൃതിം പുരുഷം ചൈവ വിദ്യ അനാദി ഉഭാവപി വികാരാംശ ഗുണാംശൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. പ്രകൃതിയും പുരുഷനും രണ്ടും അനാദിയാണെന്നറിയുക. രാഗദ്വേഷാദി വികാരങ്ങളും സത്വരജോ തമോ ഗുണാത്മകമായ എല്ലാ പദാർത്ഥങ്ങളും പ്രകൃതിയിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഭഗവാൻ പറയുന്നു. അപ്പൊ ഇവിടെ പുരുഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പുരുഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഓരോ ജീവികളിലും ആത്മാവിന്റെ സ്വരൂപം, അതായത് ജീവാത്മാവ് എന്ന് വേണം ഇവിടെ അറിയാനാണ്. പ്രകൃതി എന്താണ്? നേരത്തെ പറഞ്ഞു, സത്വരജോ തമോ ഗുണങ്ങളാണ് പ്രകൃതി. അപ്പോ ഈ പുരുഷനും പ്രകൃതിയും ചേർന്നതാണ് നമ്മൾ ഓരോ ജീവികളും, ഓരോ ജന്തുക്കളും രണ്ടുമാണ്. ഇനിയോ ഈ സത്വരജോ തമോ ഗുണങ്ങള് അത് പ്രകൃതിയിലെ സ്വഭാവമാണ്. പുരുഷൻ എപ്പോഴും ആ ആത്മസ്വരൂപനായിട്ട് നിലനിൽക്കുന്നു എന്ന് പറയുന്നു. പ്രകൃതിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കും, സത്വരജോ തമോ ഗുണങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. ഇനി കാര്യകാരണ കർത്തൃത്വേ ഹേതു പ്രകൃതി രുച്ഛതേ പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതു രുച്ഛതേ. എല്ലാ കർമ്മങ്ങൾക്കും പ്രകൃതിയാണ്, എല്ലാ കർമ്മങ്ങൾക്കും പ്രകൃതിയാണ് പ്രചോദനമായി നിൽക്കുന്നത്. എന്നാലോ ആ കർമ്മങ്ങളിൽ നിന്നുള്ള സുഖം ദുഃഖം പോലുള്ള അല്ലെങ്കിൽ ലാഭം നഷ്ടം പോലുള്ള ദ്വന്ദ്ങ്ങൾ അനുഭവിക്കുന്നത് ആ പുരുഷനാണെന്ന് നമുക്ക് തോന്നും, ജീവാത്മാവായ പുരുഷൻ. കാരണം ആ ആത്മാവിനെ പരമാത്മാവ് ഒരു ശരീരത്തെ സ്വീകരിക്കുമ്പോഴാണ് ജീവാത്മാവായിട്ട് പറയുന്നത്. ആ ജീവാത്മാവിന് ആ പ്രകൃതിയുടെ ഗുണങ്ങളായിട്ടുള്ള സത്വരജോ തമോ ഗുണങ്ങൾ ഉള്ളതായി നമുക്ക് തോന്നും. അതുകൊണ്ട് സുഖവും ദുഃഖവും എല്ലാം നമ്മൾ ചോദിക്കാറുണ്ട്, ഞാൻ തെറ്റ് ചെയ്താൽ എൻ്റെ ആത്മാവല്ലേ ചെയ്യണത്? അതെ. ശരി ചെയ്യണമെങ്കിൽ എൻ്റെ ആത്മാവല്ലേ? അതെ. കാരണം ഈ പരമാത്മാവ് ജീവാത്മാവായി മാറുമ്പോൾ പ്രകൃതിയുടെ സ്വഭാവമായ സത്വരജോ തമോ ഗുണങ്ങളുടെ പകർച്ച ഉണ്ടാകുന്നു എന്നാണ്. അതുകൊണ്ടാണ് ജീവാത്മാവ് പരമാത്മാവ് എന്ന് രണ്ട് വാക്കുകളിൽ അറിയപ്പെടുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ ജീവാത്മാവിന് പ്രകൃതിയായിട്ട് കൂടിച്ചേരുന്നുണ്ട്. പറയുന്നു 21ാമത്തെ ശ്ലോകം, പുരുഷ പ്രകൃതി സോഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഖ്യോസ്യ സദസദ്യോനി ജന്മസു. ഈ പുരുഷൻ അതായത് ജീവാത്മാവ്, പരമാത്മാവല്ലാട്ടോ, ജീവാത്മാവ്. ഈ ജീവാത്മാവ് എന്ത് ചെയ്യും? ഈ സത്വരജോ തമോ ഗുണങ്ങളുടെ പ്രകൃതിയുടെ സ്വഭാവമായ സത്വരജോ തമോ ഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ട് അതിൽ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കും. അപ്പൊ സുഖ ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോ എന്താ കുഴപ്പം? ഈ ജീവൻ പല പല യോനികളിൽ ജനിക്കേണ്ടി വരുന്നു. സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നല്ല ഒരു പുനർജന്മം, ദുഷ്കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതേപോലെ നീച യോനികൾ ജനിക്കേണ്ടി വരുന്നു.
അപ്പോ ജീവാത്മാവ് ഒരു ശരീരത്തെ ഉപേക്ഷിച്ച് മറ്റൊരു ശരീരം സ്വീകരിക്കുന്നു എന്നൊക്കെ നമ്മൾ 2-ാമത്തെ അധ്യായത്തിൽ പഠിച്ചു അല്ലെ. അപ്പൊ ഇവിടെ ഈ ജീവാത്മാവാണ് ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നത്. എങ്ങനെ? ഈ പ്രകൃതിയുടെ സ്വഭാവമായ സത്വരജോ തമോ ഗുണങ്ങൾ കൊണ്ട് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ നന്മ തിന്മകൾ അനുഭവിക്കുന്നത് കൊണ്ട് എന്ന് പറയും. ഇവിടെ നമ്മൾ 3 കാര്യങ്ങളാണ് ചർച്ച ചെയ്തു പോകുന്നത്. നാമരൂപങ്ങൾക്ക് അതീതമായ ഈശ്വര ചൈതന്യം പരമാത്മാവ്, ആ ചൈതന്യം ഒരു ശരീരം സ്വീകരിക്കുമ്പോൾ ജീവാത്മാവ്, ശരീരത്തിന്റെ സ്വഭാവം സത്വരജോ തമോ ഗുണങ്ങൾ. ഇതാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത്. ഇനി ഏവം വേത്തി പുരുഷം പ്രകൃതിയെ ഗുണ, ആ പ്രകൃതിയെയും പുരുഷനെയും നന്നായിട്ട് മനസ്സിലാക്കുന്നവൻ ആ പ്രകൃതിയുടെ ഗുണങ്ങളായ സത്വരജോ തമോ ഗുണങ്ങൾ ഒന്നും ഏൽക്കാതെ അല്ലെങ്കിൽ ഗുണാതീതനായി വർത്തിക്കാൻ സാധിച്ചാൽ അവന് പിന്നെ ഒരു ജന്മമില്ല, അവനൊരു വേറൊരു ശരീരം സ്വീകരിക്കേണ്ടി വരുന്നില്ല. ഒറ്റ വഴിയേ ഉള്ളൂ, ആ സത്വരജോ തമോ ഗുണങ്ങൾക്കെല്ലാം അതീതനായി തീരുക. അത് അടുത്ത അധ്യായം 14-ാമത്തെ അധ്യായം സത്വരജോ തമോ ഗുണങ്ങളെ പറ്റിയിട്ടുള്ള അധ്യായമാണ്. അപ്പൊ നമുക്ക് വളരെ വിശദമായി അതിനറിയാം. ധ്യാനേനാത്മനി പശ്യന്തി കേചിത് ആത്മാനമാത്മന അന്യേ സാഖ്യയോഗേന കർമ്മയോഗേന ചാപരേ. ഭഗവാൻ പറയുന്നു, എന്റെ ഈ തത്വത്തെ അറിയാനായിട്ട് പലരും പല വഴികളാണ് തിരിക്കുന്നത്. ചിലവരെന്ത് ചെയ്യും? ധ്യാനേനാത്മനി പശ്യന്തി, ധ്യാനത്താൽ എന്നെ സാക്ഷാത്കരിക്കുന്നു, ആ തപസ് ചെയ്തുകൊണ്ട് എന്നെ ധ്യാനിക്കുന്നു. ധ്യാനേനാത്മനി പശ്യന്തി കേചിത് ആത്മാനമാത്മന അന്യേ സാഖ്യേന യോഗേന, മറ്റുള്ളവരോ ജ്ഞാനം കൊണ്ട് എന്റെ തത്വത്തെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കി ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ച് മനനം ചെയ്ത് അവനവന്റെ ജീവിതത്തിലേക്ക് പകർത്തുന്നു. അങ്ങനെ ചിലർ എന്നെ അറിയുന്നു. ചിലർ ധ്യാനത്തിലൂടെ, ചിലർ സാഖ്യയോഗത്തിലൂടെ അല്ലെങ്കിൽ ജ്ഞാനയോഗത്തിലൂടെ, മറ്റു ചിലരോ കർമ്മയോഗേണ ചാപരെ. അവർക്ക് ശാസ്ത്രങ്ങൾ പഠിക്കാനോ ധ്യാനം ചെയ്യാനോ ഒന്നും സമയമില്ലെങ്കിൽ അവനവന്റെ കർമ്മം ഭംഗിയായിട്ട് അനുഷ്ഠിക്കും, അത് ഭഗവത് അർപ്പണമായിട്ട് ചെയ്യും. അവരും ജ്ഞാനികൾ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഇനി മറ്റു ചിലരുണ്ട്. ആരാണത്? അന്യേതേവം അജാനന്ദ ശ്രുത്വാനേഭ്യ ഉപാസതേ തേബിച്ച അതിതരന്തേവ മൃത്യും ശ്രുതിപരായണാഹ. ചിലർ അവരുടെ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കണ്ടേ, പക്ഷെ ജ്ഞാനത്തിനും പഠിക്കാനൊന്നും സമയമൊന്നുമില്ല. അവരെന്ത് ചെയ്യും? മറ്റുള്ളവർ പറയണത് കേൾക്കും. ഭഗവത്ഗീത ഇതേവരെ കേൾക്കാത്തവര് വന്ന് ഈ 18 ദിവസം ഭഗവാനെ പറ്റി ഒന്ന് കേട്ട് കഴിഞ്ഞപ്പോ, ഇതൊക്കെയാണല്ലേ ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നത്, എന്നാ എനിക്കിത് പഠിക്കണം എന്നൊരു തോന്നല് ഉണ്ടാവും. അപ്പോ മറ്റുള്ളവർ അത് കേട്ട്, മറ്റുള്ളവരിൽ നിന്ന് കേട്ട് അത് പഠിക്കാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ എന്റെ തത്വത്തെ അറിയാൻ ശ്രമിക്കും എന്ന് പറയുന്നു. ഇനി മറ്റൊരു പരമമായ സത്യം ഭഗവാൻ പറയുന്നു, യാവത് സംജായതേ കിഞ്ചിത് സത്വം സ്ഥാവരജംഗമം ക്ഷേത്രജ്ഞ സംയോഗ തദ്വിദ്ധി പരദർശവ. സകല ചരാചരങ്ങളും ഈ ക്ഷേത്രജ്ഞ സംയോഗം കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് ഭഗവാൻ പറയുന്നു. ഇതറിയാൻ എന്തു വേണം? സമം സർവേഷു ഭൂതേഷു തിഷ്ടന്തം പരമേശ്വരം വിനത്സൽസ്യ വിനശ്യന്ത്യം യ പശ്യതി സപശ്യതി. ആരാണോ സർവചരാചരങ്ങളിലും സമഭാവനയോടെ ആ പരമേശ്വരനായ എന്നെ അറിയുന്നവർ, അവരാണ് യഥാർത്ഥമായി അറിയുന്നത്, ഭഗവത് തത്വത്തെ, എന്റെ തത്വത്തെ അറിയുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. ഇനി പ്രകൃതിയേവച കർമാണി ക്രിയമാണാനി സർവശഃ യ പശ്യതി തഥാത്മാനം അകർത്താരം സപശ്യതി. എല്ലാ കർമ്മങ്ങളും പ്രകൃതിയാണ് ചെയ്യുന്നതെന്നും ആത്മാവായ ഞാൻ, പരമാത്മാവായ ഞാൻ അകർത്താവാണ് എന്ന്, ഞാൻ ഒരു കർമ്മങ്ങളും ചെയ്യുന്നില്ല എന്ന് ആരറിയുന്നുവോ അവർ ശരിയായ സത്യദർശികളാണ്, സത്യം ദർശിക്കുന്നവരാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. അനാദിത്വാദ് നിർഗുണത്വാദ് പരമാത്മായമവ്യയ ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യതേ. അർജുന, അനാദിയും നിർഗുണനുമാണ്, അതായത് 3 ഗുണങ്ങൾക്കും സത്വരജോ തമോ ഗുണങ്ങൾക്കും അതീതനാണ് ഈ പരമാത്മാവ് എന്നതുകൊണ്ട് ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ സത്യവസ്തു ഒന്നിനെയും ബന്ധപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആ സത്യവസ്തുവിന്, ആത്മാവിന് ഒന്നിനോടും ബന്ധമില്ല. പക്ഷെ നമുക്ക് തോന്നും ആത്മാവാണ് എല്ലാം അനുഭവിക്കുന്നത്, ദുഃഖിക്കുന്നത് എന്നെല്ലാം നമുക്ക് തോന്നും. ഇനി
യഥാ സർവഗതം സൗഷ്മ്യാത് ആകാശം നോപലിഭ്യതേ സർവത്ര അവസ്ഥിതോ ദേഹേ യഥാത്മാ നോപലിഭ്യതേ. ഈ ആകാശത്ത് വായു എപ്രകാരം സ്ഥിതി ചെയ്യുന്നുവോ അതുപോലെ സർവചരാചരങ്ങളിലും ഞാൻ സ്ഥിതി ചെയ്യുന്നു എന്ന് ഭഗവാൻ പറയുന്നു. യഥാ പ്രകാശയത്യേക കൃഷ്ണം ലോകമിവം രവി ക്ഷേത്രം ക്ഷേത്രി തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത. സൂര്യൻ എപ്രകാരമാണോ എല്ലാ വസ്തുക്കൾക്കും പ്രകാശം നൽകുന്നത് അതുപോലെ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങൾക്കും ഞാൻ ഊർജമായി നിൽക്കുന്നു. അല്ലെ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നല്ല വസ്തുക്കളിൽ മാത്രമേ സൂര്യൻ പ്രകാശിക്കുന്നുള്ളൂ, അല്ല, ചീത്ത വസ്തുക്കളിലും ചീഞ്ഞ വസ്തുക്കളിലും എല്ലാം സൂര്യൻ പ്രകാശം ചൊരിയുന്നുണ്ട്. അപ്പോ സൂര്യനെ സംബന്ധിച്ചിടത്തോളം നല്ലത് ചീത്തതൊന്നുമില്ല. അതേപോലെ ഭഗവാൻ പറയുന്നു സകല ചരാചരങ്ങളെയും പ്രകാശവത്താക്കി ചൈതന്യവത്താക്കി നിർത്തുന്നത് ഞാനാണ് എന്ന് അവിടെ പറഞ്ഞു. ക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാനചക്ഷുഷ. ആ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള വ്യത്യാസം, പരമാത്മാവ് എന്താണ്, ജീവാത്മാവ് എന്താണ്, ശരീരം എന്താണ്, പ്രകൃതി എന്താണ് എന്ന് ആരാണോ അറിയുന്നത്, എങ്ങനെ, ജ്ഞാനചക്ഷുഷ, ആത്മജ്ഞാനത്തിന്റെ കണ്ണുകൾ കൊണ്ട് അറിയുന്നത്, ഭൂതപ്രകൃതി മോക്ഷം ച യേ വിദുർയാന്തിതേ പരം. അപ്പൊ ഇങ്ങനെ ഈ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള വ്യത്യാസവും ഭൂതവസ്തുക്കളുടെ ഈ പ്രകൃതിയും ഇതിനെയെല്ലാം അറിയുന്നവർ അവരാണ് യഥാർത്ഥ ജ്ഞാനികൾ. അവർ തന്നെ ആ മോക്ഷത്തെ അല്ലെങ്കിൽ ആ പരമചൈതന്യത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ഈ ക്ഷേത്രജ്ഞ വിഭാഗ യോഗം ഇവിടെ പൂർണ്ണമാക്കുന്നത്. നമ്മൾ ഇതില് പ്രധാനമായിട്ടും പഠിച്ചത് ക്ഷേത്രം എന്താണ്, ക്ഷേത്രജ്ഞൻ എന്താണ്, ജ്ഞാനം എന്താണ്, നമ്മുടെ ശരീരം എന്താണ്, അതേപോലെ ജ്ഞേയ വസ്തു എന്ന് പറയുന്നത് പരമാത്മാവാണ്. ആ പരമാത്മാവ് തന്നെ ജീവാത്മാവായിട്ട് ശരീരം സ്വീകരിക്കുമ്പോൾ ജീവാത്മാവാകുന്നു. ജീവാത്മാവിന് ഈ സത്വരജോ തമോ ഗുണങ്ങൾ എന്നുള്ള പ്രകൃതിയുടെ, അപ്പോ പരമാത്മാവ്, ജീവാത്മാവ്, പ്രകൃതി, ഈ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ വ്യത്യാസപ്പെട്ടത്. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ ക്ഷേത്രജ്ഞ വിഭാഗ യോഗം എന്ന് ഈ അധ്യായത്തിന് നാമകരണം ചെയ്തിരിക്കുന്നത്. വാക്കുകളെല്ലാം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരി ഓം. ഹരി ഓം ശ്രീകുമാർജി. ഹരി ഓം. ക്ഷേത്രജ്ഞന്റെ, ജ്ഞാനിയുടെ അർത്ഥതലങ്ങൾ, അർത്ഥവ്യാപ്തി ഇതുവരെ ഇങ്ങനെ കേട്ടിട്ടില്ല, ഇത്രയും ഉണ്ടെന്ന് അറിയുകയുമില്ലായിരുന്നു. അപ്പൊ അത്രയും അർത്ഥവ്യാപ്തിയോടുകൂടി അത് പറഞ്ഞു തന്നതിന്, ആത്മജ്ഞാനത്തിന്റെ കണ്ണുകൾ കൊണ്ട് ജീവിതത്തെ കാണുവാനായി പറഞ്ഞു തന്നതിന്, പഠിപ്പിച്ചു തന്നതിന് വളരെ നന്ദി. അടുത്തതായിട്ട് നമുക്കൊരു കീർത്തനമാണ്. കീർത്തനം ആലപിക്കുന്നതിന് വേണ്ടി ശ്രീനിധി മേനോനെ ക്ഷണിക്കുന്നു. മോളെ അൺമ്യൂട്ട് ചെയ്തോളൂ. നമസ്തേ. തുളസിക്കതിനുള്ളിയെടുത്ത് കണ്ണെന്നൊരു മാലയ്ക്കായി തൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചേർക്കാം ഞാൻ. തുളസിക്കതിനുള്ളിയെടുത്ത് കണ്ണെന്നൊരു മാലയ്ക്കായി തൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചേർക്കാം ഞാൻ. തുളസിക്കതിനുള്ളിയെടുത്ത് കണ്ണെന്നൊരു മാലയ്ക്കായി തൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചേർക്കാം ഞാൻ. തുളസിക്കതിനുള്ളിയെടുത്ത് കണ്ണെന്നൊരു മാലയ്ക്കായി തൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചേർക്കാം ഞാൻ. തുളസിക്കതിനുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണാ. കാർവണ്യം തന്നുടെ മേനി കായാമ്പൂ പൂവിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം. കാർവണ്യം തന്നുടെ മേനി കായാമ്പൂ പൂവിരിച്ചു കാണുമ്പോൾ കണ്ണിന്
ആനന്ദം പരവേശം ആനന്ദം പരവേശം കണ്ണാമിയാടി ലീലകളും ഓടിയാടുവേ കണ്ണാമിയാടി ലീലകളും ഓടിയാടുവേ കണ്ണാമിയാടി ലീലകൾ ഒന്നോടിയാടുവേ കണ്ണാ 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 തുളസിക്കുരുന്നുള്ളിയെടുത്ത് കണ്ണെന്നൊരു മാലയ്ക്കായി തൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താം ഞാൻ തുളസിക്കുരുന്നുള്ളിയെടുത്ത് കണ്ണാ 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 ചന്തത്തിൽ കണ്ണെഴുതി ചന്ദന പൊട്ടും കുത്തി പൊന്മയിൽ പീലി കുത്തിയ കണ്ണാ നീ വിളയാടൂ ചന്തത്തിൽ കണ്ണെഴുതി ചന്ദന പൊട്ടും കുത്തി പൊന്മയിൽ പീലി കുത്തിയ കണ്ണാ നീ വിളയാടൂ കണ്ണാ നീ വിളയാടൂ നീ ആടിയ ലീലകളും ഓടിയാടോനേ കണ്ണാ നീ ആടിയ ലീലകളും ഓടിയാടോനേ കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നോടിയാടോനേ ഒന്നോടിയാടോനേ കണ്ണാ 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 തുളസിക്കതിനുള്ളിയെടുത്ത് കണ്ണെന്നൊരു മാലയ്ക്കായി തൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താം ഞാൻ തുളസിക്കതിനുള്ളിയെടുത്ത് കണ്ണാ 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 ഹരിയോ ഹരിയോം മോളെ, ഹരിയോം. അടുത്തതായി സൂചനയാണ്. നമ്മൾ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഈ അയക്കുന്ന ഈ ലിങ്ക് ഒരു അമ്മയിലേക്കോ ഒരു അച്ഛനിലേക്കോ എത്തിച്ചാൽ അത് അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഗീതയിലേക്കുള്ളൊരു വഴി തുറക്കലായിരിക്കും. നമ്മളിവിടെ കൂടിയിരിക്കുന്നവരിൽ മിക്കവാറും പേരെല്ലാവരും വളരെ ചെറുപ്പത്തിലെ ഗീത പഠിച്ചിട്ടുള്ളവരായിരിക്കും. പക്ഷെ എന്നെ പോലെ കുറച്ചു പേരുണ്ട് ആയുസിന്റെ പകുതി എത്തിയപ്പോഴാണ് ഭഗവത്ഗീത എന്തെന്ന് മുന്നിലേക്ക് തുറന്നു കിട്ടുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകാതെ അവർക്ക് ഇന്ന് ശ്രീകുമാർജി പറഞ്ഞു തന്ന ജീവിതത്തിന്റെ കഷ്ടതകളെ അല്ലെങ്കിൽ കഷ്ടസമയങ്ങളെ ബുദ്ധിമുട്ടുകളെ നേരിടാനുള്ള ഒരു ആർജവം കിട്ടാൻ ഗീത സഹായിക്കുമെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ അത് ചെയ്തുകൂടാ? അതുകൊണ്ട് ഇപ്പോ എൻ്റെ അടുത്തൊരു സുഹൃത്ത് ചോദിച്ചു, എപ്പോഴും എന്തിനാ ഇങ്ങനെ ലിങ്ക് അയച്ചു കൊടുക്കൂ പറയുന്നത്, എന്നിട്ടും ഒരുപാടൊന്നും ലിങ്ക് അയച്ചു കൊടുത്താൽ കാണുന്നില്ല. ഞാൻ പറഞ്ഞത് നമ്മള് എല്ലാ ദിവസവും നമ്മൾ പറയും ഇവിടെ ഈ സൂമില് ഭഗവത്ഗീത യജ്ഞത്തിൽ ഇത്ര പേര് കൂടിയെന്ന് കേൾക്കാനല്ല, ഇത്ര പേര് ഇത് അറിഞ്ഞു ഭഗവാനെ. ഇപ്പൊ ശ്രീകുമാർജി പറഞ്ഞ പോലെ അദ്ദേഹത്തിന് മെസ്സേജുകൾ ലഭിക്കുന്നു ഗീത പഠിച്ചു തുടങ്ങിയെന്ന്. ഒരു വലിയ മഹാഭാഗ്യമാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നതും. നമ്മളൊക്കെ സജ്ജനങ്ങളായതുകൊണ്ടും ഭഗവാന്റെ അനുഗ്രഹം നമ്മളിൽ ഉള്ളത് കൊണ്ടുമാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ എത്തിച്ചേരാനും ഈ ഗീത എന്നുള്ള ഒരു മഹാഗ്രന്ഥത്തെ വേദസാരത്തെ നമുക്ക് ശ്രീകുമാർജി എന്ന ഒരു മഹാ ആചാര്യനിലൂടെ അറിയാനും കഴിഞ്ഞത്. അതുകൊണ്ട് ഇനിയും വൈകിയിട്ടില്ല, ഈ ഒരു എക്സ്പോഷർ കൊടുക്കാൻ ഇനിയും നമുക്ക് സമയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ലിങ്ക് ദിവസം ഒരു 2 പേർക്ക് അയച്ചു കൊടുത്താൽ അത് ഏതെങ്കിലും ഒരു അമ്മയിലോ അച്ഛനിലോ എത്തും. അതുവഴി അത് നമ്മുടെ മക്കളിലെത്തും. അതൊരു വലിയ കർമ്മമായിരിക്കും. അത് നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കർമ്മമാണ്. അതുകൊണ്ട് എല്ലാവരും അത് പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഇനി നമുക്ക് ശാന്തി മന്ത്രമാണ്. ശാന്തി മന്ത്രം ജപിക്കുന്നതിനായി
ശ്രീമതി പൊന്നമ്മ ഗോപിനാഥിനെ ക്ഷണിക്കുന്നു. അമ്മ അൺമ്യൂട്ട് ചെയ്തോളൂ. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം അമ്മേ, ഹരി ഓം. ഇന്നത്തെ നമ്മുടെ ഈ ഗീതാധ്യയനം, ഈ തപസ്യ ഇവിടെ പൂർണ്ണമാകുന്നു. നമ്മൾ 13ാമത്തെ അധ്യായത്തിലൂടെ കടന്നുപോയി. ഇനിയും എല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ ആ ആത്മജ്ഞാനത്തിന്റെ കണ്ണുകൾ കൊണ്ട് ജീവിതത്തെ കാണാനുള്ള ഒരു അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ തൃക്കാൽക്കൽ അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നാളെ വീണ്ടും എല്ലാവർക്കും ഇവിടെ കൂടിച്ചേരാനുള്ള അനുഗ്രഹം ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ ഗുരുവായൂരപ്പനെ നമസ്കരിച്ചുകൊണ്ട് ഇന്ന് നിർത്തുന്നു. ശുഭരാത്രി.